Hi friends. പാർട്ടി വെയർ സാരീസിലെ അസോർട്ടഡ് കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് സെമി ഡ്യൂട്ട് സിൽക്ക് സാരീസ് വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് കളേഴ്സായിട്ട് ഇപ്രാവശ്യം വന്നിട്ടുള്ളൂ. അതായത് നമ്മൾ നേരത്തെ ഓർഡർ കൊടുത്ത കുറച്ച് കളേഴ്സ് കൂടെ നമുക്ക് വന്നിട്ടുണ്ട്. അതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മസ്റ്റേർഡ്, അതുപോലെ ബർഗൻഡി കോമ്പിനേഷനും അതുപോലെ തന്നെ മറ്റ് കളർ കോമ്പിനേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സെമി ഡ്രസ്സിലെ എംബ്രോയിഡറി വർക്ക് വരുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സീസണിലെ ഏറ്റവും ട്രെൻഡിങ്ങും ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനായിട്ട് സോഫ്റ്റ് ഓർഗൻസിലെ ആപ്ലിക് വർക്ക് വരുന്ന, അതുപോലെ എംബ്രോയിഡറി വർക്ക് വരുന്ന കളക്ഷൻസ് ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഇടിവണ്ണയാണ്. ബൗളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ഗീവ് അവേ വിന്നറെ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ വീക്ക്ലി വിന്നറെ ഞാൻ അടുത്ത ദിവസം അനൗൺസ് ചെയ്യുന്നതായിരിക്കും. വീക്ക്ലി വിന്നറും ഉണ്ട്. അതുകൂടാതെ നമുക്ക് നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ച് ബമ്പർ വിന്നറെ സെലക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് സെമി ജൂട്ട് സിൽക്ക് സാരീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ സെമി ജൂട്ട് സിൽക്ക് സാരീസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്ന് പർച്ചേസും കമൻറ്റും ഒക്കെ ചെയ്യുന്ന നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്ന് 3 പേരെ വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്യും. അവർക്ക് നമ്മുടെ സെമി ജൂട്ട് സിൽക്ക് സാരി തന്നെ ഗിഫ്റ്റായിട്ട് നൽകുന്നത്. അപ്പോൾ ആ ഒരു സെമി ജൂട്ട് സിൽക്ക് സാരിയുടെ നമ്മുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും പർച്ചേസ് ചെയ്തൊക്കെ എല്ലാ കസ്റ്റമേഴ്സിനും ഒത്തിരി തന്നിട്ടോ. കാരണം എനിക്കറിയില്ല, ഓരോ പ്രാവശ്യം ആ ഒരു സാരി ചെയ്യുമ്പോഴും നിങ്ങൾ തരുന്ന സപ്പോർട്ട് ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസിൽ നമ്മൾ അത്രയും ബൾക്ക് ക്വാണ്ടിറ്റി ചെയ്ത് തന്നെ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. 1-2 കളേഴ്സിൻ്റെയൊക്കെ ഇപ്പോൾ കുറച്ച് പീസസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറാണോ എന്നുള്ളതൊക്കെ മെസ്സേജ് അയക്കുക. അതുപോലെ ഇന്ന് പുതിയ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾറെഡി മറ്റ് കളേഴ്സ് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തേക്ക് വരും എന്നുള്ളത് മാത്രം ഉറപ്പില്ല. അപ്പോൾ ഈ ഒരു സാരീസിൻ്റെ കളേഴ്സൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ പഴയ വീഡിയോസിലെയും കുറച്ച് കളേഴ്സൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു സാരീസിനെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാ കസ്റ്റമേഴ്സിനോടും സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കഴിഞ്ഞ വീക്കിലെ നമ്മുടെ ആ ഒരു സെമി ജൂട്ട് സിൽക്ക് സാരീസിൻ്റെ ഗിവ് അവേ 3 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും. അതുകൂടാതെ ഇന്നും ഈ ഒരു സാരി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സാരിയുടെ നമ്മുടെ വീഡിയോസിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുന്നവർക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു സെമി ജൂട്ട് സിൽക്ക് സാരീസ് തന്നെയായിരിക്കും നമ്മൾ വിന്നർക്ക് ഗിഫ്റ്റായിട്ട് നൽകുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക, ഗീവ് അവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സ്പെഷ്യൽ ഗീവ് അവേ ഉണ്ട്. കൂടാതെ നമ്മുടെ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള ഗീവ് അവയിലും പങ്കെടുക്കാനുള്ള അവസരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഗീവ് അവയിലൊക്കെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എനിവേ നമുക്ക് കഴിഞ്ഞ വീക്കിലെ വിന്നർ ആരാന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ സെമി ജൂട്ട് സിൽക്ക് സാരീസിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുകയും ചെയ്തവരുടെ നെയിംസാണ് എഴുതിയിട്ടിരിക്കുന്നത്. എന്തായാലും ഫസ്റ്റ് വിന്നർ ആയിരിക്കുന്നത് @അബി 4740 എന്ന ഏതായാലും കമൻറ്റ് ഇട്ട ആളാണെന്ന് വിചാരിക്കുന്നു. അബീന്നായിരിക്കണം പേര്. കൺഗ്രാജുലേഷൻ അബി. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് വിന്നർ ആരാന്ന് നോക്കാം. അതുതന്നെ ആ ഒരു വീഡിയോസിനുണ്ടല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്തു. പിന്നെ ഈ ഒരു സാരീസ് ആണെങ്കിൽ നമുക്ക് യൂണിഫോം സാരീസ് ആയിട്ട് അവൈലബിൾ ആട്ടോ. അപ്പം യൂണിഫോം സാരീസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. സെക്കൻഡ് വിന്നർ ആയിരിക്കുന്നത് ജയലക്ഷ്മി ഭാസ്കരനാണ്. കൺഗ്രാജുലേഷൻ ജയലക്ഷ്മി മാഡം. നമുക്ക് തേർഡ് വിന്നർ ആരാന്ന് നോക്കാം. ഇത് നമ്മുടെ ആ ഒരു വീഡിയോസിന് നിങ്ങളാട്ടോ ഈ ഒരു സെമി ജൂട്ട് സിൽക്ക് സാരീസ് ഇത്രയും ഹിറ്റാക്കിയത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാരീസിൻ്റെ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ടൊരു ഗീവ് അവേ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ സാരി സെക്കൻഡ് വിന്നർ ആയിരിക്കുന്നത് തേർഡ് വിന്നർ ആയിരിക്കുന്നത് ജയശ്രീയാണ്. കൺഗ്രാജുലേഷൻ ജയശ്രീ മാഡം. അപ്പം 3 പേർക്ക് നമ്മുടെ ഈ ഒരു സാരി നമ്മൾ ഗിഫ്റ്റായിട്ട് നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് ഈ ഒരു സാരി കളക്ഷൻസ് സെമി ജൂട്ട്സിൽ നമ്മൾ ഒത്തിരി കളർ കോമ്പിനേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഈ ഒരു മസ്റ്റാർഡ് ആൻഡ് ബർഗൻഡി കളർ കോമ്പിനേഷൻ ആയിട്ടോ. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് കളർ ഏതാണ്? അതുപോലെ തന്നെ നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ ഒരു സാരീസ് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് എന്തുകൊണ്ട് ഈ സാരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി നിങ്ങൾ അതുപോലെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സാരീസൊക്കെ വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസൊക്കെ അയച്ചു തരിക. അപ്പോൾ ഇതിൻ്റെ ബോഡി പോർഷൻ പ്ലെയിൻ ആയിരിക്കും നമ്മളെപ്പോഴും ചെയ്യുന്നതാണ്. എനിക്കൊന്നും ഇതിനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണപ്പാടായിട്ടുണ്ടാകും. കോൺട്രാസ്റ്റ് ബനാറസിയുടെ ബോർഡേഴ്സ്, സ്ട്രൈപ്പ് പാറ്റേണ്, ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. കോൺട്രാസ്റ്റ് ബ്ലൗസ് പീസ് വരും. അതിലും ആ ഒരു സ്ലീവിൻ്റിലേക്ക് ബനാറസിയുടെ ബോർഡേഴ്സ് വരും. 1795 റേറ്റിലേക്ക് വരും. അടുത്ത ഷെയ്ഡ് കുറച്ച് റെയർ ആയിട്ടുള്ളതാണ്. ഒരു വയലറ്റ് ബ്ലൂവിൽ തന്നെ ഒരു വയലറ്റ് ടച്ച് വരുന്നതാണ്. അതിലേക്ക് പിങ്ക് കോമ്പിനേഷനുമായിട്ട് വരും. ബ്യൂട്ടിഫുൾ ആൻഡ് റെയർ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് കളറിൽ ബ്ലൗസ് പീസ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇന്നും ഞാൻ ഈ ഒരു സാരി എപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഹാൻഡിൽ ചെയ്യാനും ഭയങ്കര ഈസിയാണ്. ഇന്ന് ഞാൻ ഈ ഒരു സാരി ഡ്രൈപ്പ് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേനും മമ്മി ഒരു അയ്യോ ഈ ഒരു സാരി നല്ല ഭംഗിയാണ്. അത് തന്നെയല്ല കേട്ടോ, എത്ര ലോങ് ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ ഇത് തേക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ ഒരു സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഗ്രീനാണ്. ഗ്രീനിലേക്കും ബർഗൻഡി കോമ്പിനേഷൻ വരും. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. 1795 റേറ്റ് വരുന്നത്. ഇപ്രാവശ്യം ഈ ഒരു കളേഴ്സ് നമുക്ക് ബൾക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ യൂണിഫോം സാരീസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കളേഴ്സിൽ ഏതെങ്കിലുമൊക്കെ ആണെങ്കിലും മെസ്സേജ് അയക്കാം കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതുപോലെ നേവി ബ്ലൂ ആണ്, അതിലേക്ക് ഒരു മെറൂൺ ബർഗൻഡിയുടെ ഒക്കെ അടുത്ത് നിൽക്കുന്ന ആ ഒരു ഷെയ്ഡ് കോമ്പിനേഷൻ വരുന്നുണ്ട്. അടുത്തൊരു ചിക്കു ഷെയ്ഡ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് കേട്ടോ. അതിലേക്കും ആ ഒരു ബർഗൻഡിയുടെ കോമ്പിനേഷനുമായിട്ടാണ് വരിക. എല്ലാം കോൺട്രാസ്റ്റ് ആയിരിക്കും ബ്ലൗസ് പീസ് വരിക. സ്ലീവെൻറ്റിലേക്ക് ബനാറസി ബോർഡേഴ്സ് വരും. 1795 റേറ്റ് വരും. ലാസ്റ്റ് ബ്ലാക്ക് ലവേഴ്സിനുള്ളതാണ്. ബ്ലാക്കിൽ ആ ഒരു വൈൻ കോമ്പിനേഷനുമായിട്ട് വരും. 1795 ഈ ഒരു സാരീസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. ഇത് ഫാബ്രിക് വരുന്നത് സെമി ടെസറാണ്. ഫസ്റ്റ് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് പീച്ചിൻ്റെ ഒക്കെ ആ ഒരു ഷെയ്ഡിലേക്കാട്ടോ വരുന്നത്. ബോർഡർലെസ് കൺസെപ്റ്റ് വരുന്ന സാരിയാണ്. ബോഡി പോർഷൻ ഫുള്ളായിട്ട് സെയിം കളറിൽ തന്നെയാണ് ഇതിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ആ ഒരു ചെറിയ ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വരും. പല്ലുവിലേക്കും സെയിം വർക്കുകൾ തന്നെയാണ്. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് സെയിം കളർ പ്ലെയിൻ ആയിട്ട് വരും. 1595 ആണ് ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇത് ഒരിയൻ പിങ്കിൻ്റെ തന്നെ ഇച്ചിരി ഡാർക്ക് ടോണിലേക്ക് വരും. ഇതിൽ നമ്മൾ നേരത്തെ കണ്ട എംബ്രോയ്ഡറി വർക്കിൽ നിന്ന് കുറച്ച് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. ബോർഡർലെസ് കൺസെപ്റ്റിൽ തന്നെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലുവിലും സെയിം വർക്ക് വരും. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. 1595 റേറ്റ് ആട്ടോ ഇതിനൊക്കെ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു പിങ്കിഷ് ലാവൻഡർ ഷെയ്ഡ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി സെമിറ്റേഴ്സിലാണ്. ഡ്രൈപ്പ് ചെയ്യാൻ പ്ലേറ്റ്സ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം നമുക്ക് വൺ ലെയർ ആയിട്ട് വിൽക്കാം. ബോർഡർലെസ് കൺസെപ്റ്റ് ആണ് വരിക. കസവോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഫംഗ്ഷൻ വെയർ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള സാരി. 4 കളർ ഷെയ്ഡാട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡൊക്കെ നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് ഗ്രീൻ തന്നെ കോമ്പിനേഷനിലേക്ക് എംബ്രോയ്ഡറി വർക്കുകൾ വരും. ടാസിൽസ് ഒക്കെ അറ്റാച്ച്ഡ് ആണ്. 1980 റേറ്റ് വരും. ഇനി കാണിക്കുന്ന സാരി എന്ന് പറഞ്ഞാൽ ഈ ഒരു സീസണിലെ ട്രെൻഡിങ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് കളക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അതും നമുക്ക് ഈ ഒരു ക്രിസ്മസ് സീസണിലേക്ക് ആ ഒരു തീമിന് പറ്റിയ ഒരു കളറുമാണ് ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത്. ബേജ് കളറ്. അതിലേക്ക് പിങ്ക് കോമ്പിനേഷനിൽ എംബ്രോയ്ഡറി വർക്ക് വരും. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ആരോ ആപ്ലിക് വർക്ക് പോലെ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്കാട്ടോ. 2 സൈഡ് ബോർഡേഴ്സിലേക്കും ഈ ഒരു ആപ്ലിക് വർക്ക് വരുന്ന എംബ്രോയ്ഡറി വർക്ക് വരും. പല്ലുവിലും ആ ഒരു ആപ്ലിക് വർക്കിലേക്കാട്ടോ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. നല്ല ഭംഗിക്കാട്ടോ. ഈ ഒരു വർക്ക് തന്നെയാണ് ഈ ഒരു സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ സീസണിലെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷനാണ്. അതുപോലെ തന്നെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. എനിക്കൊന്ന് ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ ഈ ഒരു സാരീസ് ആയിരിക്കും കൈയെടുക്കാൻ തോന്നുന്നു. അതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നതും ഇതുപോലെ ചെറിയ ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക്. ഇതിൽ വന്നിരിക്കുന്ന ആ ഒരു കോമ്പിനേഷൻ പിങ്കിൻ്റെ കോമ്പിനേഷനിൽ എംബ്രോയ്ഡറി വർക്കുമായിട്ടാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1980 റേറ്റിലേക്കാണ് വരുന്നത്. അടുത്തത് തന്നെ ആപ്ലിക് വർക്കുമായിട്ട് വന്നിരിക്കുന്നതാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലാക്കിലാണ്. ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ. ബോഡി പോർഷനിൽ സ്കാറ്റേഡ് ആയിട്ട് ഇതുപോലെ ആപ്ലിക് വർക്ക് വരും. ബോർഡേഴ്സ് സ്കാലപ്പ് വർക്ക് ചെയ്തത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പല്ലു നല്ല റിച്ച് ആയിട്ട് തന്നെ ആ ഒരു റെഡ് കോമ്പിനേഷനിലേക്ക് ആപ്ലിക് വർക്കായിട്ട് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതിൻ്റെ ബ്ലൗസ് പീസ് ബ്ലാക്ക് കളർ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വേണേൽ റെഡ് കളർ ബ്ലൗസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും. ഇതും 1980 റേറ്റിലേക്ക് വരും. അടുത്തതും ഇതിൻ്റെ തന്നെ മറ്റൊരു ഫോമിലേക്കാണ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക് ആയിട്ട് നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്നതാണ്. ഇതേ ഒരു പാറ്റേൺ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് ആ ഒരു ആപ്ലിക് വർക്ക് വന്നിരിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ പല വീഡിയോസിലും അതുപോലെ തന്നെ സെലിബ്രിറ്റീസൊക്കെ വെയർ ചെയ്ത് കണ്ടിട്ടുണ്ടാകും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കുമാണ്. ഒതുങ്ങിയിരിക്കുന്നതാണ്. ബോഡി പോർഷനിലും പല്ലുവിലും ഒക്കെ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കും അതിനോടൊപ്പം തന്നെ ആപ്ലിക് വർക്കും വരും. ബോർഡേഴ്സ് ഇതുപോലെ സ്കാലപ്പ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇതിലെ കളേഴ്സ് ആണെങ്കിലും ഈ ഒരു വന്നിരിക്കുന്ന വർക്കൊക്കെയാണ് ഈ ഒരു സാരിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോഴത്തേനും ഈ ഒരു കളറിൽ തന്നെ എംബ്രോയ്ഡറി വർക്ക് കിട്ടും. ഒരു സെയിം കളർ ടോണിൽ തന്നെ കുഞ്ഞു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കുമായിട്ടാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. സോഫ്റ്റ് ഓർഗൻസിയാണ് ഫാബ്രിക്. പേരിപ്പോയുള്ള പോലെ തന്നെ നല്ല സോഫ്റ്റുമാണ്. നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്നതാണ്. വെയ്റ്റ്ലെസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2895. ഇനി ഇതിൻ്റെ കളേഴ്സാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ആ ഒരു ബേസ് ഷെയ്ഡിലേക്കാണ്. അപ്പോൾ കണ്ട ആ ഒരു പാറ്റേൺ തന്നെയാട്ടോ വരിക. ആപ്ലിക് വർക്കാണ് വരിക. ഒരു ചിക്കുവിൻ്റെ കോമ്പിനേഷനിലേക്ക് ഈ ഒരു ആപ്ലിക് വർക്കുകൾ വരും. പല്ലുവിലും സെയിം വർക്കുകൾ തന്നെ വരും. 2890 റേറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റും സെയിം കളർ തന്നെയാട്ടോ വന്നിരിക്കുന്നത്. ആ ഒരു ആപ്ലിക് വർക്കിൽ വന്നിരിക്കുന്ന ഡിസൈനിലാണ് ഡിഫറൻസ് വരിക. ഔട്ട്ലുക്ക് വരുന്നത് ഇതുപോലെ. ഇതിൻ്റെയൊക്കെ ബ്ലൗസ് പീസിൽ ചെറിയ ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. 2890 പ്രൈസിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡൊക്കെ കാണാൻ എന്ത് ഭംഗിയെന്നൊക്കെ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് ഒരു ബേജ് ടോണിലേക്കാണ് കേട്ടോ ആ ഒരു ആപ്ലിക് വർക്കുകൾ വന്നിരിക്കുന്നത്. എന്നോടൊപ്പം തന്നെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടാണ് ആ ഒരു ആപ്ലിക് വർക്ക്. അതുപോലെ തന്നെ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കിഡിലെ ലുക്കായിരിക്കും. അപ്പോൾ ഈ ഒരു സാരീസൊക്കെ പർച്ചേസ് ചെയ്യുന്നവർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ വെയർ ചെയ്തിട്ടുള്ള ഫോട്ടോസും അയച്ചു തരണം കേട്ടോ. 2890 പ്രൈസിലേക്ക് വരും. അടുത്ത അതിൻ്റെ തന്നെ പീച്ച് ടോൺ വരും.
പാറ്റേൺ സെയിം തന്നെയാണ്, കളറിലെ ഡിഫറൻസ് വരുന്നുള്ളൂ, ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ. റേറ്റ് 2890. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയ്ക്ക് നമുക്ക് സ്പെഷ്യൽ ഗീവ് അവേ ഉണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസത്തെ വിന്നേഴ്സിനെല്ലാം കൺഗ്രാജുലേഷൻ. നമ്മുടെ യൂഷ്വലുള്ള ക്രിസ്മസ് ഗീവ് അവേയിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക്